അസ്സലാമു അലൈക്കും. ബിച്ചൂസ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ചില്ലി. ഇതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കാം. ഇതിനായി ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓരോ ബീഫിനും ഓരോ വേവാണ്, അതനുസരിച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഫിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ളത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. 90% ബീഫ് വെന്ത് കിട്ടണം. ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചത്, 1 മുട്ടയുടെ വെള്ള, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ബീഫിൽ പിടിക്കത്തക്കവണ്ണം നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇറച്ചി ഇട്ടതിന് ശേഷം സ്പ്രെഡാക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ബീഫ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ബീഫ് ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 4 വറ്റൽമുളക്, 3 പച്ചമുളക് നീളത്തിനരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി മൊരിയിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം.
ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.